നമ്മുടെ നാട്ടിലെ സ്കൂളുകളിലൊന്നും ഒരു തരത്തിലുള്ള സ്റ്റൈപ്പൻറ്റും സർക്കാർ കൊടുക്കുന്നില്ല. എന്നാൽ സ്വീഡനിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്റ്റഡി ഗ്രാൻറ്റ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പേരാണ് സ്റ്റുഡി ബിദ്രാഗ്. അത് 16 മുതൽ 20 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥിനികൾക്ക് കൊടുക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് ഗ്രാൻറ്റാണ്. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ യാത്രാ ചിലവുകൾ, ഭക്ഷണ ചിലവുകൾ, സ്കൂൾ ചിലവുകൾ ഒക്കെ വഹിക്കാൻ വേണ്ടിയിട്ടാണ് അവർ കൊടുക്കുന്നത്. അത് തിരിച്ച് അവർ ചോദിക്കുന്നുമില്ല. അപ്പോൾ ദീർഘമായിട്ടുള്ള ഒരു അക്കാഡമിക് കമ്മിറ്റ്മെൻറ്റ് അവിടുത്തെ വിദ്യാർത്ഥിനികളുടെ അടുത്തുനിന്ന് സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല ആ രാജ്യത്തിൻ്റെ ഉന്നമനത്തിന് അത് ഒരുപാട് സഹായകരമായി തീരും. അതാണ് സ്വീഡന് മുമ്പിൽ കാണുന്നത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് നിർദ്ധരായിട്ടുള്ള വിദ്യാർത്ഥിനികൾ ഉണ്ട്. സർക്കാർ ഒരു തരത്തിലുള്ള ഗ്രാൻറ്റും ആർക്കും കൊടുക്കുന്നില്ല. നമ്മുടെ സർക്കാരിന് അത് കഴിയില്ല. കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നില്ല, സംസ്ഥാന ഗവൺമെൻറ്റും കൊടുക്കുന്നില്ല. പക്ഷേ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖല വിപ്ലവീകരിക്കപ്പെടും. ഒരുപാട് നിർദ്ധരായിട്ടുള്ള വിദ്യാർത്ഥിനികൾ പഠിച്ച് അവർ ഉന്നതിയിലേക്ക് എത്തുവാൻ അത് ഒരുപാട് കാരണമായി തീരും. ഏതായാലും ഫ്രീ ആയിട്ട് പഠിക്കാൻ ഒരിക്കലും കഴിയില്ല. ഫീസ് എന്തായാലും കൊടുത്തേ പറ്റുള്ളൂ. യാത്രാ ചിലവ് എന്തായാലും വഹിച്ചേ പറ്റുള്ളൂ. ഭക്ഷണത്തിനുള്ള ചിലവ് വഹിച്ചേ പറ്റുള്ളൂ. പുസ്തകത്തിനുള്ള ചിലവ് വഹിച്ചേ പറ്റുള്ളൂ. പിന്നെ വേറെ പല സ്കൂൾ സംബന്ധിച്ചിട്ടുള്ള ചിലവുകൾ ഒരുപാടുണ്ട്. സ്വകാര്യ സ്കൂളുകളിലൊക്കെ പണക്കാരുടെ മക്കൾക്ക് മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. അവിടെ ലക്ഷങ്ങളാണ് ഫീസ്. ഇപ്പോൾ സിനിമാടൻ വിജയ് തമിഴ്നാട്ടിലൊരു സ്കൂൾ നടത്തുന്നുണ്ട്. CBSE സ്കൂളാണ്. അവിടെ ലക്ഷങ്ങളാണ് ഫീസ്. കാര്യവിശരി അദ്ദേഹം സിനിമാടനാണ്, അദ്ദേഹം കോടീശ്വരനാണെങ്കിലും അതിൻ്റെ സ്കൂള് വെറുതെ നടത്താൻ പറ്റില്ലല്ലോ. അവിടെ കോടിക്കണക്കിന് രൂപ ചിലവുണ്ട്. അപ്പോൾ ഓരോ വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്നും ലക്ഷങ്ങളാണ് ഫീസ് വാങ്ങുന്നത്. അപ്പോൾ പണക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ. പക്ഷേ ഏറ്റവും മുന്തിയ വിദ്യാഭ്യാസം കിട്ടും. ഇവിടുത്തെ സർക്കാർ സ്കൂളുകളാണ് ഏറ്റവും അധപതിച്ചിരിക്കുന്നത്. അവിടെ പെയിൻ്റ് അടിക്കാൻ പോലും നിവൃത്തിയില്ലാതെ, ഭക്ഷണം കൊടുക്കാൻ പോലും നിവൃത്തിയില്ലാതെ കഷ്ടപ്പാടിൻ്റെ കൈപ്പുനീര് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ദാരിദ്ര്യം ക്ഷണിക്കപ്പെടാത്ത അതിഥിയെ പോലെ ഇരിക്കുന്ന ഒരവസ്ഥയാണ് കേരള സർക്കാരിന് തന്നെ. അതുകൊണ്ട് കേരള സർക്കാരിന് അത് ഒരു രീതിയിലും ഹെൽപ്പ് ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പോൾ വിദേശത്തെ വിദ്യാഭ്യാസ സമ്പ്രദായമാണ് നമുക്ക് മാതൃകയായി ഇരിക്കേണ്ടത്. കാരണം സർക്കാരിൻ്റെ സഹായം വളരെയധികം ആവശ്യമാണ് നിർദ്ധരായിട്ടുള്ള വിദ്യാർത്ഥിനികൾക്ക്. സർക്കാർ സ്കൂളിൽ പഠിക്കുന്നതിൻ്റെ അനവധി കാരണങ്ങളൊരു കാരണവും അതുതന്നെയാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ പത്തേപത്തിലുള്ള ആനുകൂല്യങ്ങൾ മാത്രമേ അവർക്ക് കൊടുക്കുന്നുള്ളൂ. അതാണ് നമ്മുടെ നാടും സ്വീഡനും തമ്മിലുള്ള വ്യത്യാസം.